ഇല്ല, ഇതിൽ നമ്മൾ കാണേണ്ടത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാടുകൾ ആശമാർക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. അതുകൊണ്ടാണ് 26,125 ആശമാരിൽ ഒരു 6-7% ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഇതിലുള്ളത്. അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അവരുടെ സമരത്തിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാസർഗോഡ് കഴിഞ്ഞ ദിവസം 52 ആശമാർ സമരത്തിലുണ്ടായിരുന്നു. ഇന്ന് അവിടെ 0 ആശമാർ. അതായത് ഇന്നല്ല, ഇന്നലെയുടെ തലേന്ന് ഇത് കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇന്നല്ല, ഇന്നലെയുടെ തലേന്ന്, അതായത് ചൊവ്വാഴ്ചത്തെ കണക്കാണ്. ഇന്നത്തെ കണക്ക് നമ്മൾ നോക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കേന്ദ്രം സ്കീമാണ് ആശമാരുടെ സ്കീം. കേന്ദ്രം ഇവരെ വർക്കേഴ്സായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല. ഇവർ തൊഴിലാളികളാണ് എന്നുള്ളത് കേന്ദ്രം അംഗീകരിക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇവരെ നിയമിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും ആ വാർഡിലെ മെമ്പറും മെഡിക്കൽ ഓഫീസറും JPHനും ചേരുന്നൊരു സമിതിയാണ്. ആ സമിതിയാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇവർ ഒരു ആദ്യം തുടങ്ങുമ്പോൾ 7ാം ക്ലാസ് ആയിരുന്നു വിദ്യാഭ്യാസ യോഗ്യത. അപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു 10ാം ക്ലാസ് ആവണം. എന്താ സംസ്ഥാന സർക്കാർ ചെയ്തത്? സാക്ഷരതാ മിഷനിലൂടെ 10ാം ക്ലാസ് യോഗ്യതയില്ലാത്ത നമ്മുടെ ആശമാരെ രജിസ്റ്റർ ചെയ്യിപ്പിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ഫീസും എല്ലാം സ്റ്റേറ്റ് മിഷനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആശമാർ 10ാം ക്ലാസ് യോഗ്യത നേടി. അതിൽ 10ാം ക്ലാസ് യോഗ്യത നേടിയവർ 1799 പേരെ. മറ്റൊരു സ്റ്റേറ്റിലും ഉണ്ടാവില്ല. പിന്നെ തുടർ വിദ്യാഭ്യാസത്തിന് താല്പര്യമുള്ള ആശമാർ, ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കാരണത്താൽ പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിക്കാൻ പോയിട്ടുള്ളവരും നമ്മുടെ ആശമാരിലുണ്ട്. അപ്പോൾ തുടർ വിദ്യാഭ്യാസത്തിന് താല്പര്യമുള്ള ആശമാരിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് +1 +2 വേണ്ടി ഇപ്പോൾ 729 ആശമാർ രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്നുണ്ട്. ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ അതിന് എല്ലാവിധമായിട്ടുള്ള പിന്തുണയും സാമ്പത്തികമായിട്ടുള്ള പിന്തുണയും നൽകുന്നത് സ്റ്റേറ്റ് മിഷനാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് കമ്പ്യൂട്ടർ സാക്ഷരതയും നമ്മുടെ എല്ലാ ആശമാർക്കും ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കാര്യം വളരെ സ്പഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. കേന്ദ്രത്തിൻ്റെ ഈ സ്കീം സംബന്ധിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ കേന്ദ്രം എടുക്കണം. സർക്കാരിൻ്റെ നിലപാട് അതാണ്, സംസ്ഥാന സർക്കാരിൻ്റെ. ഞാൻ ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയെ ബഹുമാനായിട്ടുള്ള കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞ എൻ്റെ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാമത്തേത് ആശയുടെ വിഷയമായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസെൻറ്റീവ്സ്, ഇത് തുടങ്ങിയ കാലത്തെ ഇൻസെൻറ്റീവ്സ് തന്നെയാണ് കേന്ദ്രം നൽകുന്നത്. ആ ഇൻസെൻറ്റീവിൽ 60% മാത്രമാണ് അവർ നൽകുന്നത്. 40% സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് നൽകുന്നത്. പക്ഷേ എന്നിട്ട് നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കണം, ആശമാർക്കുള്ള ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. കേരളം ആവശ്യപ്പെട്ടു. ഇതെല്ലാം രേഖയാണല്ലോ, എൻ്റെ കയ്യിൽ അതിൻ്റെ രേഖകളുണ്ട്. ആദരണീയനായിട്ടുള്ള കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി അദ്ദേഹം ഇരുന്ന് ഒന്നാമതായിട്ട് ചർച്ചയിലെടുത്ത വിഷയം അതാണ്. അപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഓഫീസേഴ്സ് പറഞ്ഞു, ഇത് ഇൻസെൻറ്റീവ്സ് കൂട്ടിയിട്ടില്ല, അപ്പോൾ ഇൻസെൻറ്റീവ്സ് കൂട്ടണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേന്ദ്രം അക്കാര്യം വളരെ സജീവമായിട്ട് ഗൗരവമായിട്ട് പരിഗണിച്ച് ഉടനെ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് പറഞ്ഞിരുന്നു. അതോടൊപ്പം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു 2023-24 ഈ പറഞ്ഞ, അതായത് കേന്ദ്രം നൽകേണ്ട ഇൻസെൻറ്റീവ്സിൻ്റെ 60% ഉണ്ടല്ലോ, അത് ഏതാണ്ട് 100 കോടി രൂപ ആശമാരുടെ ഇൻസെൻറ്റീവ്സിന് നൽകേണ്ടതായിട്ടുണ്ട് കേന്ദ്രം. 2023-20 കഴിഞ്ഞ സാമ്പത്തിക വർഷം 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല. അതുകൊണ്ട് കേന്ദ്ര സ്കീമായിട്ടുള്ള ഈ ആശമാരുടെ ഈ ഇൻസെൻറ്റീവ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ കേരളത്തിന് ആശമാർക്ക് നൽകിയ തുകയിൽ കേരളം ചെലവഴിച്ച തുക ഉൾപ്പെടെ 100 കോടി രൂപ ഉൾപ്പെടെ ഇതുൾപ്പെടെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹിയിൽ സമരം ചെയ്യാൻ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞത്, ഞാൻ ആശമാർക്കൊപ്പം ഉണ്ടാകും. അത് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ അതിൽ അനിവാര്യമായിട്ടുണ്ട്. ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റുകളുടെ എവിടെയാണ് സ്റ്റേറ്റുകൾ നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു തൊഴിലാളികളായി പോലും ഇവരെ അംഗീകരിക്കാത്ത കേന്ദ്ര നിലപാടാണ് ഉള്ളത്. അവരെ ആക്ടിവിസ്റ്റുകളായിട്ടാണ് കാണുന്നത്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നുള്ളതാണ് ആശ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടുകളിൽ, കാഴ്ചപ്പാടിൽ മാറ്റം വരണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ സമരത്തിൽ കേന്ദ്രം നൽകാനുള്ളതിൽ
കേന്ദ്രം അവർക്ക് നൽകേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ വർധനവുണ്ടാകണം എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മീറ്റിങ്ങിൽ നമുക്ക് എയിംസ് ഞാൻ രണ്ടാമതാണ് ഉന്നയിച്ചത്. എൻ്റെ രണ്ടാമത്തെ ആവശ്യം എയിംസ് ആയിരുന്നു. ഒന്നാമത്തെ ആവശ്യം ആശമാരുടെ ആവശ്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ആ പ്രാധാന്യത്തോടെ നമ്മളത് കാണുന്നത്.